2400 കോടിയുടെ വികസന പദ്ധതി പാലക്കാടിന്റെ മണ്ണിൽ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന ഒരാളാണ് ഞാൻ. കേരളത്തിന്റെ ഭൂമികയിൽ ആദ്യമായിട്ടൊരു ആരോഗ്യ മാനിഫെസ്റ്റോ ഞാൻ പുറത്തിറക്കി, ഒരു യുവ മാനിഫെസ്റ്റോ ഞാൻ പുറത്തിറക്കിയുണ്ടായി. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അദ്ദേഹം വിശ്വസിക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ പാലക്കാടെത്തി. പാലക്കാടിലെ ദേശീയ ആവിഷ്കൃത പദ്ധതികളിലൂടെ കേരളം എങ്ങനെ വികസിക്കപ്പെടണം എന്നതിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. ആ പ്രധാനമന്ത്രിയോടൊപ്പം ശോഭാ സുരേന്ദ്രൻ ഇരുന്ന ഫോട്ടോ ചില മാധ്യമങ്ങൾക്ക് അരോചകമായി. അവർ അത് കവർ ചെയ്തില്ല. അതിനുശേഷം കാർഷിക വകുപ്പ് മന്ത്രി, ഇന്ത്യയുടെ നമ്പർ 1 നേതാക്കന്മാരിൽ ഒരാളായിട്ടുള്ള ശിവരാജ് സിംഗ് ചൗഹാൻ 15 വർഷക്കാലത്തിലധികം മുഖ്യമന്ത്രിയായി ആ നാടിനെ ഭരിച്ച, പിന്നീട് ഏറ്റവും കൂടുതൽ കർഷകർക്കിടയിൽ വളരെയധികം പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി, കാർഷിക വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് ഒരു പഞ്ചായത്തിൽ, കണ്ണാടി പഞ്ചായത്തിൽ പരിപാടിയിലേക്ക് എത്തി. പാലക്കാട് മണ്ഡലത്തിൽ ആ പരിപാടിയിൽ മാധ്യമപ്രവർത്തകർ, ഒരു വിഭാഗം വരുന്ന മാധ്യമപ്രവർത്തകർ, അദ്ദേഹം നട്ടുച്ചയ്ക്ക് പൊരിവെയിലിനെ വകവെക്കാതെ പാടശേഖരത്തിലെ കർഷകർക്കിടയിലേക്ക് ഇറങ്ങി. കർഷകർ അദ്ദേഹത്തിനോട് എന്തെല്ലാമാണ് പറഞ്ഞത്? കേരളത്തിലെ മാധ്യമങ്ങൾ, ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തോ? അദ്ദേഹം ആ കർഷകർക്ക് കൊടുത്ത മറുപടി എന്തായിരുന്നു? അതൊരു വിഭാഗം വരുന്ന മാധ്യമങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തോ? ഇല്ല. അതിനെ തുടർന്ന് ആ പരിപാടിക്കും ശേഷം ഈ കേരളത്തിൽ ഇത്രയേറെ കർഷക ആത്മഹത്യകൾ നടന്നതിനു ശേഷം കേരളത്തിലേക്ക് 3 ദിവസം കൊണ്ട് ഇവിടത്തെ നെല്ലിന് പണം കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നുണ്ടെന്നും, എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഇങ്ങനെ 3 മാസവും 2.5 മാസവും കഴിഞ്ഞ് നിങ്ങളുടെ നെല്ല് ഈ ഗവൺമെന്റ് വാങ്ങുന്നത്? ഇത് കേട്ടുകേൾവിയില്ലാത്ത ചരിത്രമാണ് എന്ന് ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞു. കർഷകർ അതിന് മറുപടി കൊടുത്തു. 6 മാസം കഴിഞ്ഞാലേ ഞങ്ങൾക്ക് പണം കിട്ടുന്നുള്ളൂ, അതും ഒരു റെസീറ്റ് ആയിട്ട് ബാങ്കിലെ കടക്കാരായിട്ടാണ് ഞങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ പോകുന്ന സമയത്ത് അതിനാവശ്യമായിട്ടുള്ള ഒരു ലോണ് പോലും കിട്ടാതെ ഞങ്ങൾക്ക് സിബിൽ സ്കോർ പോലും ഞങ്ങൾ വേട്ടയാടപ്പെടുകയാണ് എന്ന് കർഷകർ പറഞ്ഞു. ഏതെങ്കിലും ഒരു വിഭാഗം വരുന്ന മാധ്യമങ്ങൾ അത് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തോ? ചെയ്തില്ല. പാലക്കാടിലേക്ക് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ആനുകൂല്യങ്ങൾ കൊണ്ടുവരരുത് എന്ന് ഒരു വിഭാഗം വരുന്ന മാധ്യമങ്ങൾ ആഗ്രഹിക്കുന്നു. അവിടെ പാലക്കാട്ടുകാർ ദുരിതം അനുഭവിക്കണം. അവർ കുടിക്കാൻ കുടിവെള്ളമില്ലാതെ മുന്നോട്ട് പോകണം. കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ജൽനിധി പദ്ധതി പോലും 14 പഞ്ചായത്തുകളിൽ മാത്രമാണ് പാലക്കാട് ജില്ലയിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ വീടുകൾ എന്താണ് ഇവിടെ കൊടുക്കാത്തത്? റൂറൽ ഡെവലപ്മെന്റ് മിനിസ്റ്ററുമായി ഞാൻ സംസാരിക്കുന്നുണ്ട് എന്ന് ശിവരാജ് സിംഗ് ചൗഹാൻ അദ്ദേഹം പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞു. അതിവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ഈ പാലക്കാടിൽ കുടിവെള്ളം ഇല്ലാത്തവരും റോഡിലൂടെ ഗ്രാമീണ സടക്ക് യോജന റോഡുകൾ എന്തുകൊണ്ടാണ് പാലക്കാട് ഇത്ര കണ്ട് കുറഞ്ഞത് എന്ന് മന്ത്രി ചോദിച്ചു. ആ റിപ്പോർട്ട് എവിടെ പുറത്തു വന്നില്ല. ആ മന്ത്രിയുടെ പരിപാടിക്ക് ശേഷം അവിടെ ഒരു ഭീകരവാദികളുടെ ഹബ്ബാക്കി പാലക്കാടിനെ ചിലർ മാറ്റിയിരിക്കുകയാണ്. ജമാഅത്ത് ഇസ്ലാമി നേതൃത്വം നൽകുന്ന ഒരു മീഡിയ, ജമാഅത്ത് ഇസ്ലാമിയുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരവാദ സംഘടനകളെ തണലും പറ്റിക്കൊണ്ട് ഒരു മീഡിയ പ്രവർത്തനം പാലക്കാടിന്റെ മണ്ണിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ആരോപണമല്ല, രേഖയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മുന്നിൽ കഴിഞ്ഞ 10-30 വർഷക്കാലമായി നിലനിന്ന ഞാൻ തെളിയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഒരു കൊട്ടിക്കലാശം പാലക്കാട് നടന്നല്ലോ. എല്ലാ മാധ്യമ പ്രവർത്തകരും അത് കണ്ടല്ലോ. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇത്ര കണ്ട അമ്മമാർ വീട് വിട്ട് പുറത്തിറങ്ങി ഒരു പാലക്കാട് ഒരു കടലായി മാറിക്കൊണ്ട് അവർ ശോഭാ സുരേന്ദ്രനെ സ്വീകരിക്കുന്ന കാഴ്ച ഇവിടെ വന്നു. നവമാധ്യമങ്ങളിലൂടെ അത് പുറം ലോകമറിഞ്ഞു. എത്ര മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു? എന്തുകൊണ്ട് 30 വർഷം കഠിനാധ്വാനം ചെയ്ത ഒരു സ്ത്രീയെ കേരളം അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വരി പോലും വാർത്ത ആ കൊട്ടിക്കലാശത്തെ തുടർന്ന് ഉണ്ടായില്ല എന്നുള്ളത് അങ്ങേ അറ്റം വേദനാജനകമാണ്. ഇത് ആപൽകരമാണ് എന്ന് പറയാൻ കൂടി ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, മാധ്യമപ്രവർത്തകരെല്ലാവരും ചേർന്ന് പോയല്ലോ ഒരമ്മയെ കാണാൻ. ആ അമ്മ പൈസ വാങ്ങി എന്നായിരുന്നു ആദ്യത്തെ കമന്റ്. കാളപ്പെറ്റു എന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുത്തോടി. അത് കഴിഞ്ഞ് അമ്മയുടെ വീട്ടിലേക്ക് പോയി.
70 വയസ്സ് കഴിഞ്ഞ മകന് മാനസിക അസുഖമുള്ള, ഒരു ജോലി പോലും ചെയ്യാൻ പറ്റാത്ത, ഒരു വരുമാനവും കുടുംബത്തിലില്ലാത്ത ഒരു പാവപ്പെട്ട സാധു സ്ത്രീ അമ്മയെ അവർ തന്നെ പറഞ്ഞു, ഞാൻ ഏത് സ്ഥാനാർത്ഥി വന്നാലും മരുന്നിന് പണം ചോദിക്കുന്ന ഒരാളാണ് എന്ന് അവര് തന്നെ പറഞ്ഞു. പക്ഷെ എന്താ റിപ്പോർട്ട് പുറത്തു വന്നത്? ആ അമ്മയ്ക്ക് പണം നൽകി. ആരാണ് പണം നൽകിയത്? പണം നൽകിയതിന്റെ രേഖ എവിടെയാണ്? ഉണ്ടായില്ല. പക്ഷെ വലിയ രീതിയിൽ നിങ്ങൾ ഒരു കഥ കെട്ടിച്ചമച്ച് അത് കേരളത്തിന്റെ മണ്ണിൽ നിങ്ങൾ പടർത്താൻ ശ്രമിച്ചു. ശോഭാ സുരേന്ദ്രന്റെ സ്റ്റിക്കർ ഒട്ടിച്ച ഒരു ഇന്നോവ കാറല്ല പാലക്കാടിന്റെ മണ്ണിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. നിരവധി കാറുകൾ അവിടെ യാത്ര ചെയ്യുന്നുണ്ട്, നിരവധി കാറുകൾ ഓടുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അമ്മ പറഞ്ഞത് എന്തുകൊണ്ട് നിങ്ങൾ വാർത്തയാക്കിയില്ല? എനിക്ക് പണം തന്നിട്ടില്ല. 2 ചെറുപ്പക്കാർ അവിടെ പത്രസമ്മേളനം നടത്തുന്ന എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ 2 ചെറുപ്പക്കാരിൽ ഒരാൾ ആ പ്രദേശത്തെ കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറിയുടെ സഹോദരനാണ്. മാധ്യമപ്രവർത്തകർ പരിശോധിക്കണം. അപ്പൊ കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറിയുടെ സഹോദരൻ അമ്മയുടെ മകനും ചേർന്നുകൊണ്ട് നടത്തിയ പത്രസമ്മേളനത്തിന്റെ വാർത്തയ്ക്ക് ഒരു പ്രസക്തിയും അവിടെ ഉണ്ടായില്ല. എന്താണ് ഇതിനർത്ഥം? ഞാൻ എന്റെ മൊബൈലിൽ ഒരു ന്യൂസ് ഉണ്ട്, ഒരു വോയിസ് ഉണ്ട്. ആ വോയിസ് മാധ്യമപ്രവർത്തകർക്ക് കേൾക്കാൻ സൗകര്യമുണ്ടെങ്കിൽ ഞാൻ കേൾക്കാം. ആ വോയിസ് എന്താണ്? പ്രക്ഷോഭ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ കാമഭ്രാന്തനായ സ്ത്രീലമ്പടനായ ഒരുത്തൻ 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ചു. അവൾ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറഞ്ഞല്ലോ, എനിക്ക് അച്ഛനില്ല, എനിക്ക് അമ്മയില്ല, എന്നെ ക്രൂരമായി പീഡനത്തിന് വിധേയമാക്കുമ്പോൾ ഷാഫി പറമ്പിലിനെ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുക്കുകയായിരുന്നു പ്രക്ഷോഭ് എന്ന് ആ സ്ത്രീ പറഞ്ഞു. എന്തേ മാധ്യമങ്ങൾ വാർത്തയാക്കാതിരുന്ന്? ഇന്നലെ വോയിസ് റെക്കോർഡ് പുറത്തിറങ്ങിയല്ലോ. അതിൽ പറയുന്നുണ്ട് ഷാഫി പറമ്പിൽ ബോസാണ്, ഷാഫി പറമ്പിൽ എപ്പോഴും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നുണ്ട്, പണത്തിന് ഇത്രയധികം ആർത്തിയുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ള പ്രക്ഷോഭിന്റെ വോയിസ് കോൾ എന്തുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ ഇന്നലെ വാർത്തയാക്കാതിരുന്നത്? മറ്റൊന്ന്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആ യുവതി കൊടുത്ത മൊഴി ഇന്നലെ വീണ്ടും പുറത്തു വന്നു. എന്തേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പാലക്കാടിന് അപമാനമുണ്ടാക്കിയ, കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ മുഴുവൻ ഒന്നിച്ചാക്ഷേപിച്ച ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ എതിരെ യുവതി കൊടുത്ത മൊഴി അതെന്തേ കേരളത്തിന്റെ മണ്ണിൽ വാർത്തയാക്കിയില്ല? ഇതെല്ലാം നിലനിൽക്കുന്ന പാലക്കാടിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ശോഭാ സുരേന്ദ്രനെ വേട്ടയാടാൻ വേണ്ടി ജമാഅത്ത് ഇസ്ലാമിയുടെ തണലും പറ്റിക്കൊണ്ട് ഒരു മാധ്യമ സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുകയാണ്. ആ മാധ്യമ സിൻഡിക്കേറ്റിന്റെ കേരളത്തിലാകമാനമുള്ള പ്രവർത്തനം, ആ പ്രവർത്തനത്തിലുള്ള മറുപടി മെയ് മാസം 4-ാം തീയതി കഴിഞ്ഞാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നു, ഇതുകൊണ്ടൊന്നും ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാം എന്ന് വിചാരിക്കേണ്ട. അടുത്ത ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിന് ശേഷം, ഇപ്പൊ പറഞ്ഞല്ലോ, ഒരു മാധ്യമം പറയുകയാണ്, ആ മാധ്യമത്തിന് സഹിക്കുന്നില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി ശോഭയോടൊപ്പം വന്നു, സഹിക്കുന്നില്ല. ശിവരാജ് സിംഗ് ചൗഹാൻ അദ്ദേഹം ശോഭയോടൊപ്പം ഇരിക്കുന്നു, സഹിക്കുന്നില്ല. ഒരു മാധ്യമം, നാണമുണ്ടോ ഒരു മാധ്യമത്തിന്? ഇന്നലെ രാത്രിയിൽ നടന്ന ന്യൂസ് അവർ ചർച്ച പോലെയുള്ള ഒരു ചർച്ചയിൽ ആ മാധ്യമം പറയുകയാണ്, ശോഭയ്ക്ക് വോട്ട് ചെയ്യരുത്. എന്താ ശോഭയ്ക്ക് വോട്ട് ചെയ്താൽ കുഴപ്പം? കുഴപ്പമുണ്ട്. ശോഭാ സുരേന്ദ്രൻ കേരള നിയമസഭയ്ക്കകത്ത് കയറിയാൽ പലരുടെയും മുഖം മൂടി പിച്ചി ചിന്തപ്പെടും. ശോഭാ സുരേന്ദ്രൻ കേരള നിയമസഭയിൽ പോയാൽ ഇടത്തോട്ടും വലത്തോട്ടുമല്ലാതെ ഈ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിലെ അഴിമതിക്കെതിരെ ശോഭാ സുരേന്ദ്രൻ പോരാട്ടം നടത്തും. ഒരു മഹാൻ ഇന്നലെ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്, ഇന്നും പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. ആരാണ്? രാഹുൽ ഗാന്ധിയെ നല്ല ഉപദേശം നടത്തുന്ന കെ സി വേണുഗോപാലാണ്. ആ കെ സി വേണുഗോപാലിന്റെ സോളാർ കഥകളും ഒന്നും ഞാനിപ്പോ പറയുന്നില്ല, അത് എന്റെ മര്യാദ കൊണ്ടാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കെ സി വേണുഗോപാൽ, മിസ്റ്റർ കെ സി വേണുഗോപാൽ, നിങ്ങളല്ലേ 500 രൂപയുടെ നോട്ട് കെട്ടുകളുടെ മുകളിൽ അടയിരുന്നത്? ഒരു മാധ്യമം കേരളത്തിൽ പുറത്തുവിട്ടില്ലേ? നിങ്ങളല്ലേ 19 കോടി രൂപ ഒരു ടിക്കറ്റിന്, കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ മത്സരിക്കാൻ ഒരു ടിക്കറ്റ് കൊടുക്കാൻ വേണ്ടി 19 കോടി രൂപ നിങ്ങൾ വാങ്ങി എന്ന് പത്രസമ്മേളനം നടത്തിക്കൊണ്ട് സ്ഥാനാർത്ഥിയുടെ ഭർത്താവ് പറഞ്ഞതല്ലേ കേരളത്തിന്റെ മണ്ണിൽ? ആ നിങ്ങളാണോ ഹരിചന്ദ്രനായിട്ട് ഇപ്പൊ ഞെളിഞ്ഞ് ശോഭാ സുരേന്ദ്രനെ ഉപദേശിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങളുടെ ഈ നാടകമൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമുണ്ട്. ഞാൻ പാലക്കാട്ടേക്ക് പോവുകയാണ്. ഞാൻ ജനങ്ങളുമായിട്ട് സംവദിച്ചിട്ടുണ്ട്. ഞാൻ കോൺഗ്രസുകാരുടെ വീട്ടിൽ പോയിട്ടുണ്ട്, മാർക്സിസ്റ്റുകാരുടെ വീട്ടിൽ പോയിട്ടുണ്ട്. കണ്ണാടി പഞ്ചായത്തിന്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാർക്സിസ്റ്റുകാരന്റെ മകൻ BJP-യിൽ ഞാൻ ആക്കിയിട്ടുണ്ട്, ഷാളിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. ഒരു മാധ്യമവും അത് വാർത്ത ചെയ്തില്ല. അതുപോലെ തന്നെ പിരായിരി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസുകാരന്റെ വീട്ടിൽ ശോഭയ്ക്ക് ഭക്ഷണം തന്നു, ഒരു മാധ്യമവും അത് വാർത്തയാക്കിയില്ല. അപ്പൊ ഞാൻ അവിടെ ഒരു ഡീൽ വെച്ചിട്ടുണ്ട്.
പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ഒരു ഡീൽ വെച്ചിട്ടുണ്ട്. ആ ഡീൽ എന്താണെന്ന് അറിയുമോ? അവിടുത്തെ കോൺഗ്രസിലെയും മാർക്സിസ്റ്റ് പാർട്ടിയിലെയും ജനങ്ങളുമായിട്ട് ഒരു ഡീൽ ഞാൻ വെച്ചിരിക്കുകയാണ്. അത് വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഡീലാണ്. ആ വികസന മുന്നേറ്റത്തിന്റെ മുന്നിൽ ഞാൻ ഉണ്ടാകും. പാലക്കാട് വലിയ ഭൂരിപക്ഷത്തിൽ അവിടുത്തെ ജനങ്ങൾ ശോഭയെ വിജയിപ്പിക്കുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. ഈ വോട്ടിന് വേണ്ടി പണം നൽകിയതിന്റെ ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നതാണ്. പോലീസ് ഈ വിഷയത്തിൽ കേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ താങ്കൾ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നത് അതിലെന്തുകൊണ്ടാണ് കൃത്യമായൊരു പ്രതികരണം വരാത്തത്? ആരാണ് കൊടുത്തത്? കൊടുത്ത വ്യക്തിയുടെ മുഖം സഹിതം തെളിയിക്കണം. അതിന്റെ ബാധ്യത കേരള പോലീസിനുണ്ട്. പ്രക്ഷോഭം എന്ന് പറയുന്ന പെണ്ണുപിടിയെ പിടിക്കാൻ പറ്റാത്ത പാലക്കാടിലെ പോലീസ്, കേരളത്തിലെ പോലീസ് ശോഭാ സുരേന്ദ്രനെതിരെ 100 കണക്കിന് കേസ് എടുത്തിട്ടുണ്ട്. ഒരാളുടെയും അതിർത്തി തർക്കത്തിന് പോയിട്ടില്ല. ഞാൻ 10ാമത്തെ തെരഞ്ഞെടുപ്പിലാണ് മത്സരിക്കുന്നത്. 9 തെരഞ്ഞെടുപ്പുകളിലും ശോഭയ്ക്കില്ലാത്ത ഒരാരോപണം എങ്ങനെ ഈ 10ാമത്തെ തെരഞ്ഞെടുപ്പിലുണ്ടായി? എങ്ങനെ ഈ ആർട്ടിഫിഷ്യൽ വീഡിയോ ഉണ്ടാക്കപ്പെട്ടു? അതിന്റെ പിറകിൽ ഏത് മാധ്യമ പ്രവർത്തകനാണ് പ്രവർത്തിച്ചത്? ഞാൻ വളരെ വ്യക്തമായി ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്. മീഡിയ വണ്ണിന്റെ മാധ്യമ പ്രവർത്തകനെ നീതിന്യായ കോടതിയുടെ മുന്നിൽ ഞാൻ മുട്ടുകുത്തിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ പൊതുപ്രവർത്തനം 30 വർഷം ചെയ്ത എനിക്കെതിരെ എന്ത് ചെയ്തു? എനിക്കെതിരെ ഈ ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് കളക്ടർ പരാതി കൊടുത്തില്ലേ? തലേദിവസം കളക്ടർക്ക് പരാതി കൊടുത്തു. തലേദിവസം കളക്ടർക്ക് പരാതി കൊടുത്തതിന് ശേഷമാണ് കഥയുണ്ടാക്കുന്നത്. പിറ്റേ ദിവസമാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്താ നടന്നു പോകുന്ന സ്ത്രീ ശോഭാ സുരേന്ദ്രന്റെ കാറിലേക്ക് കയറുന്ന ഭാഗം മാത്രമില്ലാത്തത്? കാറിലേക്ക് നോക്കൂ. എന്നത്തെ ദൃശ്യമാണത്? ശോഭാ സുരേന്ദ്രന്റെ അല്ല അത് ഇന്നലത്തെ ദൃശ്യമാണോ? നിങ്ങൾ ലാബറട്ടറിയിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടോ? അല്ല ആര്? ഞാൻ പറയട്ടെ, ശോഭാ സുരേന്ദ്രന്റെ കൂടെയുള്ള ഏതെങ്കിലും ഒരു വ്യക്തി പണം കൊടുത്തു എന്ന് തെളിയിക്കാൻ ഇത്ര കണ്ട് മാധ്യമ പ്രവർത്തകരുണ്ടായിട്ട് എന്താ നിങ്ങൾക്ക് പറ്റാത്തത്? അല്ല, അത് തെളിയിക്കേണ്ട ഞാനല്ല. അത് തെളിയിക്കേണ്ട ബാധ്യത ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ പോലീസ് അധികാരികൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടർക്കെതിരായിട്ടും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം മെയ് മാസം 4-ാം തീയതി കഴിയുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ പുറത്തു വരും. എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, നിങ്ങൾ വളരെ ബദ്ധശ്രദ്ധയോടുകൂടിയാണല്ലോ ഇന്ന്, അല്ലല്ല വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകരൊക്കെ ഇപ്പൊ മണലിത്രയില് ഞാൻ പറയട്ടെ നോക്കൂ, ഞാൻ ചോദിക്കട്ടെ, പാലക്കാടിനെ കുറിച്ച് ABCD അറിയാത്ത നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത മഹാരാഷ്ട്രക്കാരിയാണ് സിമി, അല്ലെ? പാലക്കാടിനെ കുറിച്ച് ABCD അറിയാത്ത സിമി വന്ന് പാലക്കാട് ശോഭാ സുരേന്ദ്രന് പണം കൊടുത്ത് വോട്ട് ചോദിക്കുമെന്ന് പറയാൻ വിഡ്ഢികളാണോ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകന്മാർ? അതാ ഞാൻ ചോദിക്കുന്നത്. എന്താ അവിടെ നാടും നഗരവും അറിയുന്ന, ഗ്രാമാന്തരങ്ങൾ അറിയുന്ന BJP-ക്കാരും ഇല്ലേ? മഹാരാഷ്ട്രയിൽ നിന്ന് ഒരാളെ വിളിച്ചു വരുത്തിയിട്ടാണോ ഒരു പാവപ്പെട്ട അമ്മൂമ്മയ്ക്ക് BJP-യുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് പണം കൊടുക്കുക? ഇതുപോലും മനസ്സിലാക്കാതെ നിങ്ങൾ കിട്ടിയ പാടെ അങ്ങോട്ട് വിഴുങ്ങി. കാള പറ്റൂ എന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുത്തു. ഒരു സ്ത്രീ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ കൊടി പിടിച്ച, ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ച, വിയർപ്പൊഴുക്കിയ സ്ത്രീകൾക്ക് പോലും ടിക്കറ്റ് കിട്ടാത്ത കേരളത്തിന്റെ മണ്ണിൽ കോൺഗ്രസിൽ എത്രയും ഉന്നതരായിട്ടുള്ള സ്ത്രീകൾ, കഴിവും പ്രാപ്തിയുള്ളവർ ഒരു ടിക്കറ്റ് കിട്ടാതെ രാഹുൽ ഗാന്ധി വന്ന് അങ്ങോട്ട് പ്രസംഗിക്കുകയാണ്. എന്താണ്? സ്ത്രീ മുഖ്യമന്ത്രിയാവണം. ആരെ മുഖ്യമന്ത്രിയാക്കുന്നത്? അഥവാ കിട്ടിക്കഴിഞ്ഞാൽ KC വേണുഗോപാലിനെ സാരി ഉടുപ്പിക്കാനാ? അതോ ഇവിടെ നമ്മുടെ രമേശ് ചെന്നിത്തലയ്ക്ക് പട്ടുസാരി വാങ്ങി കൊടുക്കാനാ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കാൻ? നാണമുണ്ടോ ഇവർക്കൊക്കെ? അല്ല, നാണമുണ്ടോ ഇവർക്കൊക്കെ? ഇവരെന്നാ ബിന്ദു കൃഷ്ണയെ ജയിപ്പിക്കുന്ന ഒരു സീറ്റ് കൊടുത്തിട്ടുള്ളത്? എന്നിട്ട് ജയിച്ചോ? അല്ലല്ല, ജയിപ്പിച്ചോ? എന്തുകൊണ്ട്? പാലക്കാട് മാത്രമല്ല, BJP-ക്ക് വിജയ പ്രതീക്ഷയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെ എവിടെയും ഈ മീഡിയ സിൻഡിക്കേറ്റിൽ നിന്ന് തോൽപ്പിക്കാൻ നടക്കണം ആരും പറയുന്നില്ല. അപ്പൊ എന്റെ ചോദ്യത്തിന് പാർട്ടിക്കകത്തുനിന്നാണോ? എന്റെ ബിഗ് TV അവിടേക്ക് ഒരാളെ വിട്ടിട്ടുണ്ട്. ആ പേരെനിക്കിപ്പോ ഓർമ്മയില്ല. അപ്പോ ഓരോ തവണയും ഞാൻ ഈ മാധ്യമങ്ങളുടെ തണലിലൂടെ കയറി വന്ന ഒരാളല്ല. ഞാനിതാ ഈ കുഗ്രാമത്തിൽ, ഈ സ്കൂളിൽ 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ പഠിച്ച് കഠിന പ്രയത്നം ചെയ്ത് ഒരു കൂലിപ്പണിക്കാരിയുടെ മകളായിട്ട് ജനിച്ചു വളർന്ന് പൊതുപ്രവർത്തനം നടത്തി 10ാമത്തെ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രന് വോട്ട് വാങ്ങാൻ വേണ്ടി പണം കൊടുക്കാൻ മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് 5000 ഉറുപ്പ്യ അമ്മയുടെ കയ്യിൽ വെച്ചു കൊടുത്തു എന്ന് നെറികെട്ട വാർത്ത കേരളത്തിൽ ഇങ്ങനെ ബ്രേക്കിംഗ്. ശോഭാ സുരേന്ദ്രനെതിരെ മാത്രം മാധ്യമങ്ങൾ, ശോഭാ സുരേന്ദ്രൻ ജയിക്കാൻ പാടില്ല. മറ്റ് BJP നേതാക്കൾ എങ്ങനെയാണ്? മഞ്ചേശ്വരത്തൊന്നും കാണാത്ത പോലെ സുരേന്ദ്രനെ മാത്രം തോപ്പിക്കണമെന്ന് മാധ്യമങ്ങൾ. ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് പാലക്കാടിനെ കുറിച്ചാണ്. പാലക്കാടാണ് ഞങ്ങളുടെ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഞങ്ങളുടെ സംഘത്തിന്റെ പ്രവർത്തകനെ ജമാഅത്ത് ഇസ്ലാമിയുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരവാദികൾ ചേർന്ന് വെട്ടിക്കീറി കൊലപ്പെടുത്തിയത്. അവിടെ ആ ശ്രീനിവാസന്റെ ഭാര്യയും മക്കളും അനാഥത്വത്തിൽ നിൽക്കുകയാണ്. ഞങ്ങൾ അവരെ നെഞ്ചോട് ചേർത്തിട്ടുണ്ട്. പാലക്കാടാണ് സഞ്ജിത്തിനെ കൊലപ്പെടുത്തിയത്.
ഭീകരവാദികൾ NIA-യുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് പാലക്കാടിന്റെ മണ്ണിലുള്ള ഭീകരന്മാരെയാണ്. അപ്പോ പാലക്കാട് ശോഭാ സുരേന്ദ്രനെ പോലെ ആർട്ടിഫിഷ്യൽ വീഡിയോയും ഇതെല്ലാം ഗൂഢാലോചനയാണെന്ന് പറയുകയാണെങ്കിൽ പാർട്ടിക്കകത്തുള്ളവരൊന്നും അറിയാതെ ഇത് നടക്കുമോ ശോഭാ സുരേന്ദ്രനെതിരെ? ഇത് ചെയ്തിട്ടുള്ളത് ഒരു മാധ്യമമാണ്. ഒരു മാധ്യമം തലേ ദിവസം ചില ആളുകളെ കൊണ്ട് പരാതി കൊടുപ്പിക്കുന്നു കലക്ടർക്ക്, എന്നിട്ട് പിറ്റേ ദിവസം തിരക്കഥയുണ്ടാക്കുന്നു. ഇതിലെ അഭിനേതാവ് മാധ്യമത്തിലെ പ്രവർത്തകൻ, ഇതിലെ ഡയറക്ടർ മിസ്റ്റർ ഷാഫി പറമ്പിൽ. ഇങ്ങനെയുള്ള ഒരു കോക്കസ് ആണ് ഇത് പ്രവർത്തിച്ചത്. ഷാഫി പറമ്പിലെ കൂടെയുള്ളവനാണല്ലോ ഞാൻ അവൻ ആംഗ്യം കാണിക്കുന്ന ഫോട്ടോ അത് പുറത്തുവിട്ടിട്ടുണ്ടല്ലോ. അപ്പൊ കൂടുതൽ അല്ല, ജമാഅത്ത് ഇസ്ലാമിയുടെ തണലിലാണ് പാലക്കാട് ഷാഫി പറമ്പിൽ ഈ സ്ത്രീ പീഡനത്തിനും ഈ അഴിമതിക്കും ക്രിമിനൽ വൽക്കരണത്തിനും നേതൃത്വം നൽകുന്നതെന്ന് പ്രക്ഷോഭന്റെ ഇന്നത്തെ വോയിസ് ഉണ്ട്, ഒന്ന് സംപ്രേഷണം ചെയ്യണം. അല്ല നിങ്ങൾ നിങ്ങൾ എന്താ ഈ വോയിസ് പുറത്തിറക്കാത്തത്? നിങ്ങൾക്ക് എന്താ ഷാഫി പറമ്പിലിനോട് ഇത്ര പ്രേമം? അല്ല ഇതെന്താ ഇറക്കാത്തത്? ഇതൊന്ന് കേൾപ്പിക്കൂ. എവിടെ 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 ഇത് കേട്ടില്ലല്ലോ. ഇത് നിങ്ങൾ സംസാരിക്കണ്ട, ഞാൻ ഇത് കേൾപ്പിക്കട്ടെ. അത് കേൾക്കില്ല. അപ്പൊ എല്ലാവർക്കും അയച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടുമായി ഷാഫി പറമ്പിലിന്റെ ബന്ധമുണ്ടോ എന്നുള്ളത് പഴയ സ്ഥാനാർത്ഥി വടകരയിലെ ശൈലജ ടീച്ചറോട് ചോദിച്ചാൽ മതി. അവരിപ്പോ എന്ത് മാറ്റി പറയും എന്നതിനെ കുറിച്ച് എനിക്കറിയണ്ട. സൈബർ അറ്റാക്കിന് നോക്കൂ, എന്താണ് എറണാകുളത്ത് നിന്ന് ഒരാൾ വന്നിട്ടുണ്ട് ഒരു പരാതി എന്നൊക്കെ പറഞ്ഞത്, അതൊരു വല്ലാത്ത തെറ്റിദ്ധരിപ്പിക്കായി പോയില്ലേ? ഇലക്ഷന്റെ തലേദിവസം അങ്ങനെ ഒരു കൃത്യമായ ഒരു തെളിവൊന്നും ഇല്ലാതെ ഒരു ആരോപണം നടത്തുന്ന പോലെ ആയില്ലേ? അല്ല, അപ്പൊ ശോഭാ സുരേന്ദ്രനെ തെറ്റിദ്ധരിപ്പിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. അല്ലല്ല, എന്താ വീഡിയോ? നിങ്ങൾ എന്ത് വാർത്തയാണ് എഴുതിയത്? പണം കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിലില്ല, പണം കൊടുക്കുന്ന സ്ത്രീയുടെ മുഖം നിങ്ങളുടെ കയ്യിലില്ല. അവിടെ തൊട്ടടുത്ത് നിൽക്കുന്ന വിനേഷ് രാഗ എന്ന് പറയുന്ന വിനേഷ് സർഗ എന്ന് പറയുന്നവന്റെ തൊട്ടടുത്ത് നിന്നാണോ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി പണം കൊടുക്കുക? ആണോ? എന്താ തലയ്ക്കകത്ത് ആൾതാമസമില്ല ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്ക്? അപ്പൊ നിങ്ങൾ എല്ലാവരും ചേർന്ന്, ഒരു വിഭാഗം ആളുകൾ ചേർന്ന് നടത്തുന്ന ഈ ഗൂഢാലോചനയെ പോലീസ് അധികാരികൾ അന്വേഷിച്ച് കണ്ടെത്തണം. 2 തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. 3 മാധ്യമ പ്രവർത്തകർ ഇതിന്റെ യഥാർത്ഥ നിജസ്ഥിതി പരിശോധിക്കണം എന്നുകൂടി ഞാൻ ആവശ്യപ്പെടുകയാണ്. വെളിപ്പെടുത്തലല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ പെൺകുട്ടി എവിടെ ഉണ്ട്? ഇപ്പോ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി, പലർക്കും ആ പെൺകുട്ടിയെ കാഴ്ചവെച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടം. ആ പെൺകുട്ടി ഇപ്പൊ എവിടെയാണ്? നിങ്ങൾ അന്വേഷിച്ചോ മാധ്യമ പ്രവർത്തകർ? അതായത് ദളിത് പെൺകുട്ടി പ്രക്ഷോഭും ഷാഫി പറമ്പിലും ആശാനും ശിഷ്യനും കൂടിയിട്ട് പീഡിപ്പിച്ച ഈ പെൺകുട്ടിയുമായി UDF-ന്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിക്ക് ബന്ധമുണ്ടോ ഇല്ലയോ തെളിയിക്കണ്ടേ? ബന്ധമുണ്ടോ ഇല്ലയോ തെളിയിക്കണോ വേണ്ടയോ? ബന്ധമുണ്ടോ? അത് തെളിയിക്കും. ഞാൻ പറയുന്നത് അല്ലല്ല, അത് നിങ്ങൾക്ക് എന്തിനാ ധൃതി? ഞാൻ വികസനമാണ് ചർച്ചയാക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ വിഷയങ്ങൾ ഞാൻ 10-ാം തീയതിക്ക് ശേഷം പറയും. എന്നെ പല പെൺകുട്ടികളും വന്ന് കണ്ടിട്ടുണ്ട്, പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളുമുണ്ട്. എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ. എവിടെയാണ് ആ പെൺകുട്ടി? അവളെ കൊന്നോ? ദളിത് പെൺകുട്ടി എവിടെ? അവൾ മരിച്ചോ? അവളെ ഏതെങ്കിലും നാട്ടിലേക്ക് നാട് കടത്തിയോ? അതോ ഷാഫി പറമ്പിലിന്റെയും പ്രക്ഷോഭിന്റെയും അതുപോലെ തന്നെ ഈ ഗുണ്ട ക്രിമിനൽ സംഘത്തിന്റെ വലിയ ആരോപണമാണ് എവിടെ പോയി? അറിയാന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും അറിയാം. എല്ലാ പ്രക്ഷോഭിന്റെ കഥകൾ അറിയാം, ഷാഫി പറമ്പിലിന്റെ കഥകൾ അറിയാം, കൂട്ടത്തിൽ പല കഥകളും അറിയാമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എവിടെയാണ് അവർ ഒളിപ്പിച്ചിരിക്കുകയാണോ അല്ലയോ അതൊക്കെ അറിയാം. അത് അന്വേഷിക്കണം, മാധ്യമ പ്രവർത്തനം അന്വേഷിക്കണം. ദളിത് പെൺകുട്ടി പറഞ്ഞു എനിക്ക് അച്ഛനില്ല, എനിക്ക് അമ്മയില്ല, എനിക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് പറഞ്ഞ ആ പെൺകുട്ടി ജീവനോടെ ഉണ്ടോ എന്ന് മാധ്യമ പ്രവർത്തകർ അന്വേഷിച്ച് കണ്ടെത്തണം എന്നാണ് എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. ചോദിക്കൂ, UDF-ന്റെ സ്ഥാനാർത്ഥിയെ വിളിച്ചു ചോദിക്കൂ. അല്ല, UDF-ന്റെ സ്ഥാനാർത്ഥിയോട് ഞാൻ ചോദിക്കുന്നത്, ആ ദളിത് പെൺകുട്ടി ഇപ്പൊ എവിടെയുണ്ട്? അവളെ തട്ടിക്കൊണ്ടുപോയോ? അവളെ നാട് കടത്തിയോ? അതോ അവളെ കൊന്നോ? പാലക്കാടിലെ പെണ്ണുപിടിയന്മാർ എല്ലാവരും ചേർന്നുകൊണ്ട് ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയോ? ഇതാണ് എന്റെ ചോദ്യം. ഉത്തരം പറയണം. അല്ല, ഉത്തരം പറയണം. പാലക്കാട് ഓട്ടിയതല്ല. ശരി, നടക്കും. നടക്കും.